കോട്ടയം തിരുവാതുക്കലിൽ ഇരട്ട കൊലപാതകം. വൃദ്ധ ദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവാതുക്കൽ സ്വദേശി വിജയകുമാർ, ഭാര്യ മീര എന്നിവരാണ് മരിച്ചത്. രക്തം വാർന്ന നിലയിലാണ് മൃതദേഹങ്ങൾ. ജോസി ബാബു വിവരങ്ങളുമായി ചേർന്നു. ജോസി, എപ്പോഴാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്? അജിത്ത് രാവിലെ വീട്ടുജോലിക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. വിജയകുമാറും ഭാര്യ മീരയുമാണ് കൊല്ലപ്പെട്ടത്. ആദ്യം കൊലപാതകം എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ ഇത് കൊലപാതകം എന്നുള്ള കാര്യം തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. കോട്ടയം തിരുവാർപ്പിന് സമീപത്ത് താമസിക്കുന്ന മീര, അതോടൊപ്പം തന്നെ വിജയകുമാർ, അവർക്ക് ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് എന്ന് പറയുന്ന നഗരത്തിലൊരു ഓഡിറ്റോറിയം ഉണ്ട്. അതുപോലെ നേരത്തെ ഒരു 1.5 വർഷം മുമ്പ് അവരുടെ മകൻ ജീവനൊടുക്കിയതായി നിലയിൽ കണ്ടെത്തി റെയിൽവേ ട്രാക്കിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഈ വീട്ടിൽ ഇവർ മാത്രമായിരുന്നു താമസം. ഇപ്പോൾ ഇന്ന് രാവിലെ വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് രണ്ടുപേരുടെയും മൃതദേഹം കണ്ടത്. വിജയകുമാറിന്റെ മൃതദേഹം സ്വീകരണ മുറിയിലും ഗീതയുടെ മൃതദേഹം അടുക്കള വശത്തോട് ചേർന്നുമായിരുന്നു. മൃതദേഹം വികൃതമാക്കിയ നിലയിലാണ്. മുറിച്ചേറിയ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഉള്ള പരിശോധനകളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഒരാളെ സംശയമുള്ളതായി പോലീസ് പറയുന്നു. എന്നാൽ അക്കാര്യങ്ങളൊന്നും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. വീട്ടുജോലിക്കാരെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തും. ഫോറൻസിക് വെള്ളയടയാള വിദഗ്ധരും അല്പസമയത്തിനകം എത്തി പരിശോധന നടത്തുമ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസും അതോടൊപ്പം ഗാന്ധിനഗർ പോലീസ് അടക്കമുള്ള സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നത്. എന്തായാലും കൊലപാതകം എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. നഗരത്തിലെ തന്നെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ദമ്പതികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇവർക്ക് പരിചയമുള്ള ആളുകളാണോ അല്ലെങ്കിൽ മോഷണ ശ്രമത്തിന്റെ ഭാഗമായുള്ള കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. പോലീസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളെ പോലീസ് സംശയിക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലുകളും നടക്കുകയാണ്. അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാമെന്നാണ് പോലീസ് പറയുന്നത്.